പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോടയുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനിവിടെ ഒരു മലയുടെ മുകളിലോട്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ടാർപ്പ് ടെൻ്റ് ഇതാണ്. ഞാൻ 2 വീലറിനാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ടാർപ്പ് ടെൻ്റ്, സ്റ്റൂൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം പുതിയതായിട്ട് ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമ്മൾക്ക് നിലത്തൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു ടേബിളും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ മഞ്ഞാണ് കേട്ടോ. സമയം ഇപ്പോൾ 12 മണിയാകാൻ പോകുന്നു. അടിപൊളിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് നേരെ ടേബിളിൻ്റെ വിശേഷങ്ങളിലോട്ട് കടക്കാം. ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് സ്റ്റൂള്. ഇത് പ്രത്യേകതയുണ്ട്, 4 ലെഗുകളാണ്. നമ്മൾ മിക്കവാറും എല്ലാവരും ചൂസ് ചെയ്യുന്ന 3 ലെഗുകളാണ്. ഇതിലിരിക്കാൻ കുറച്ച് ഒരു സുഖമുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ലൈറ്റ് കുറവാണ്, കോട അമ്മാതിരി. ഇതാണ് നമ്മുടെ ടേബിൾ, പോർട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. നമുക്ക് ക്യാമ്പ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾക്ക് ലാപ്ടോപ്പ് ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പം ആദ്യം തന്നെ ഇതിന്റെ ഒരു വെയിറ്റ് നമുക്ക് നോക്കാം. നമുക്ക് കൊണ്ടു നടക്കേണ്ടതാണല്ലോ. ഇതിന് ഏകദേശം ഒരു 1.25 കിലോ വരും, 2 കിലോ 1.5 കിലോ വരും ഇതിന് വെയിറ്റ്. അതേപോലെ തന്നെ ഇതിന്റെ ഡയമെൻഷൻ ഇതൊരു 35 സെന്റിമീറ്റർ വരും. ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 45 സെന്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ. ഇതിന് പിടിക്കാൻ വേണ്ടി ഒരു കുഴയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മൊത്തം അലുമിനിയം ആണ്. പിന്നെ ഇവിടെ 2 ലോക്കുണ്ട്. ഈ ലോക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവനെ അങ്ങ് നിവർത്താം. നിവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലെ 2 ലെഗുകളുണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് പെട്ടെന്നൊന്നാക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതൊരു വക ലോക്കാണിത്. ഇതൊന്നിങ്ങനെ ലോക്കാവണം. കണ്ടോ, ഒരു ടിക്ക് നിറച്ച് വെക്കും. അതേപോലെ തന്നെ ഈ സൈഡും ഒന്നിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ വെച്ചിട്ട് സുഖമായിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മൊത്തം അലുമിനിയം ആണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അലുമിനിയത്തിലാണ്, വേറെ ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊന്നും ഇല്ല ഇതിൽ. അതേപോലെ തന്നെ ഇതിന്റെ വില ഞാൻ പറഞ്ഞില്ല. ഇതിന്റെ വില 1200 രൂപയാണ്. ഷിപ്പിംഗ് 200 രൂപ വരുമായിരിക്കും. ഇത് ഡെക്കാത്ലോന്റെ സൈറ്റിലുണ്ട്. അവിടെ പോയി നിങ്ങൾ ക്യാമ്പിംഗ് ടേബിൾ, പോർട്ടബിൾ ടേബിൾ ഇങ്ങനെയൊക്കെ അടിച്ചു നോക്കിയാൽ മതി. ഈ സാധനം കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി. ഇതിന്റെ മുകളിൽ വെക്കാവുന്നത് 50 കിലോ ആണ്. എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ മുകളിലോട്ട് 50 കിലോ കയറുമെന്ന്. അതേപോലെ വീട്ടിലൊക്കെ കൊണ്ടുവെക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഇതിന്റെ മുകളിൽ കയറി ചാടിക്കളിയാതെ നോക്കണം. ചിലപ്പം 50 കിലോ താങ്ങുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം വെയ്റ്റ്ലെസ് ആണ്, കൊണ്ടു നടക്കാം. പിന്നെ ഇത് മടക്കാൻ നേരത്തെ ഇങ്ങനെ ഈ 2 ലിവർ ഒന്ന് തട്ടി വരണം, അതൊരു സപ്പോർട്ട്. പിന്നെ ഇതിങ്ങനെ മടക്കുക, ഇത് ഇതിനകത്ത് ഇങ്ങനെ വെക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം ക്ലോത്ത്സ്, ഈ ടേബിളിൽ നമുക്ക് വിരിക്കാനുള്ള ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതായിരിക്കും. കുറച്ച് സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഇങ്ങനെ ആക്കുക, ഈ 2 ലോക്ക് ഇടുക, നമുക്ക് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ കണ്ടത് ഈ സാധനം ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽ, ഇതിന്റെ ഈ ഭാഗം അലുമിനിയം, ഈ ഭാഗവും അലുമിനിയം ആണ്, അലുമിനിയം ഷീറ്റാണ് ഇത്. പക്ഷെ ഇതിന്റെ സെൻട്രല്, നമ്മുടെ വീടുകളിൽ അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കൊക്കെ ചെയ്യുമ്പം ഈ മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ സെൻട്രൽ കണ്ടോ, MDFന്റെ ഒരു പേപ്പർ ടൈപ്പുള്ള സാധനമാണ്, വുഡാണ്, MDFന്റെ വുഡാണ്. അപ്പം ഇത് ഈർപ്പം പറ്റി കഴിയുവാണെങ്കിൽ ഇത് പൊള്ളച്ച് വരുമോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇത് നനഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ. ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് മെയ്ഡ് ഇൻ ചൈന ആണ്. മിക്കവാറും ഡെക്കാത്ലോന്റെ ഈ സാധനങ്ങളൊക്കെ ടെൻ്റൊക്കെ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് ആണ്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. പിന്നെ ഞാനിത് നമ്മൾക്ക് കുറച്ച് അലുമിനിയത്തിന്റെ സാധനമൊക്കെ വാങ്ങി ഞാൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിന്റെ വിലയെല്ലാം ചോദിച്ചു വന്നപ്പോഴേക്കും അതിന്റെ മെനക്കേടും സംഭവം, ഈ സാധനങ്ങളൊക്കെ തേടി നടന്ന് പോകേണ്ട വണ്ടിക്കൂലിയൊക്കെ ചെലവാകുന്നത് എങ്ങനെയാന്നൊക്കെ കണക്കൂട്ടി നോക്കിയപ്പോഴേക്കും ഇതൊരെണ്ണം വാങ്ങുന്നതായിരിക്കും നമുക്ക് ലാഭം. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അതേപോലെ തന്നെ ഇതിനൊക്കെ 2 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. നമുക്കെന്തായാലും ഇതൊന്ന്
കുക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും.